വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടനാണ് ദിലീപ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദിലീപിന്റെ പുതിയ ചിത്രം പവി കെയർടേക്കർ തിയേറ്ററിലെത്തിയത്. വളരെ മികച്ച പ്രതികരണത്തോടെ പ്രദർശനം തുടരുകയാണ് ചിത്രം. ദിലീപിന്റെ സ്ഥിരം പ്രേക്ഷകരായ ഫാമിലി ഓഡിയൻസ് ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായം നൽകുന്നുണ്ടെന്നാണ് വിവരം. സിനിമയുടെ പ്രമേയവും അതിലെ കഥാപാത്രങ്ങളും ഉൾപ്പെടെ പലയിടങ്ങളിലും ശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞു. ഈ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ മുൻപ് നടൻ തിലകനുമായി ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ദിലീപ്. ദിലീപിന്റെ കരിയറിലെ വലിയ വിവാദങ്ങളിലൊന്നായിരുന്നു ഇത്. മമ്മൂട്ടിയുടെ കണ്ണ് നിറഞ്ഞതു കണ്ടാണ് താൻ തിലകനോട് ദേഷ്യപ്പെട്ടതെന്നാണ് ദിലീപ് പറയുന്നത്. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തിലകൻ ചേട്ടന് എന്നെക്കുറിച്ച് കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. തിലകൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ബന്ധം തന്നെയാണ് ഇപ്പോൾ ഷമ്മിയേട്ടനോടുമുള്ളത്. എനിക്ക് സഹോദരനെ പോലെയാണ്. വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയുമാണ്, നടനുമാണ്. ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ടെന്നും ദിലീപ് പറയുന്നു. അസോസിയേഷൻ പ്രശ്നങ്ങളാണ് തിലകൻ ചേട്ടനുമായി ഉണ്ടായിരുന്നത്. ഞാനും മണിയും തിലകൻ ചേട്ടന്റെ പെറ്റ്സ് ആയിരുന്നു. അമ്മയിൽ അന്ന് ചില പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് മമ്മൂക്ക കണ്ണു നിറഞ്ഞ് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായി. തിലകൻ ചേട്ടൻ എന്തോ പറഞ്ഞപ്പോഴാണ് മമ്മൂക്കയുടെ കണ്ണു നിറഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ തിലകൻ ചേട്ടനെ കൈ ചൂണ്ടി സംസാരിച്ചു. അത് തിലകൻ ചേട്ടനെ കൊണ്ടു. പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നു. 2 സിനിമയിൽ എന്റെ അച്ഛനായി അഭിനയിച്ച ആളാണ്. പഞ്ചാബി ഹൗസും മീനത്തിൽ താലികെട്ടും. ഞാൻ ചേട്ടനെ കാണുന്നത് അങ്ങനെയാണ്. ഞാൻ നിങ്ങളെ അച്ഛാ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞ് വിളിച്ചതാണ്. നിങ്ങൾ ഇമ്മാതിരി പണി കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഭയങ്കര ഷോക്കായി. അത് കഴിഞ്ഞ് അമ്മയുടെ പരിപാടി നടക്കുമ്പോൾ ചേട്ടാ വാ എന്ന് ഞാൻ പറയുമ്പോൾ നീ പോടാ എന്ന് പറഞ്ഞ് കൈ തട്ടിമാറ്റും. ഞാനും സിദ്ദീഖയും അത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ. തിലകൻ ചേട്ടൻ എന്ത് പറഞ്ഞാലും നമ്മൾ ആ ആംഗിളിലേ കാണുകയുള്ളൂ. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എടുത്തു പറയാൻ പറ്റുന്ന ലെജൻഡാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചത് ഭാഗ്യമാണ്. ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ മടിയായിരുന്നു. ഞാനും മണിയും മാറി നിൽക്കുമായിരുന്നു. വരൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ അടുത്തേക്ക് വിളിച്ചു. പിന്നീട് തമാശകളൊക്കെ പറഞ്ഞ് ഭയങ്കര സൗഹൃദമായി മാറി. പഞ്ചാബി ഹൗസിലൊക്കെ രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടെന്നും ദിലീപ് പറഞ്ഞു. ദിലീപ് വിഷമാണെന്നാണ് പണ്ടൊരു അഭിമുഖത്തിൽ തിലകൻ പറഞ്ഞിരുന്നത്. തന്റെ അനുഭവത്തിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞതെന്നും തിലകൻ വ്യക്തമാക്കിയിരുന്നു. അമ്മ എന്ന സംഘടനയോട് എനിക്ക് ബഹുമാനമാണ്. അമ്മയ്ക്കെതിരെ ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ അമ്മ എന്ന സംഘടനയിലെ എക്സിക്യൂട്ടീവിൽ ഇരിക്കുന്ന ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു മാഫിയ ചെയ്യുന്നതിന് സമാനവും തീവ്രവാദ പരവും വളരെ മോശവുമാണെന്ന് തിലകൻ അന്ന് തുറന്നടിച്ചു. മറ്റൊരു അഭിമുഖത്തിൽ മീശ മാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെന്നും തിലകൻ പറയുകയുണ്ടായി. പക്ഷേ ആ ചിത്രം നിർമ്മിച്ച സുബൈറുമായി എനിക്ക് നല്ല ബന്ധമാണ്. എന്നെ അച്ഛനെ പോലെയാണ് കാണുന്നത്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രം നിർമ്മിച്ചതും സുബൈറാണ്. ഈ ചിത്രത്തിന് വേണ്ടി എന്റെ 25 ദിവസം കരാർ ചെയ്ത് അഡ്വാൻസ് വാങ്ങിയിരുന്നു. മോഹൻലാലിന്റെയും ദിലീപിന്റെയും ഒക്കെ അച്ഛനായിട്ടാണ് അഭിനയിക്കേണ്ടതെന്നും ചേട്ടനല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നും സുബൈർ പറഞ്ഞു. എന്നാൽ പിന്നീട് ഈ ചിത്രത്തിൽ നിന്നും എന്നെ ഒഴിവാക്കി. അമ്മ എന്ന സംഘടന ഇടപെട്ടാണ് ആ അവസരം ഇല്ലാതാക്കിയതെന്നും തിലകൻ ആരോപിച്ചിരുന്നു.